സാംസൺ വിശ്വനാഥൻ എന്ന ഡൽഹി മുൻ പോലീസ് കോൺസ്റ്റബിളിന് ഒരാഗ്രഹം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. തന്റെ മക്കളായ സാലിയും സഞ്ജുവും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മികച്ച കളിക്കാരായി മാറണം. അതിനായി അയാൾ ഹൗസിംഗ് കോളനിയിലെ കുട്ടികളെ കൂട്ടി ടീമുണ്ടാക്കി. വീട്ടിലെ ചെറിയ മുറിയുടെ ഭിത്തിയിൽ സ്റ്റെമ്പ് വരച്ചുണ്ടാക്കി ബാറ്റ് ചെയ്യിച്ചു. നൈറ്റ് ഡ്യൂട്ടിക്ക് ശേഷം തിരികെ എത്തി ഉറങ്ങാൻ കൂട്ടാക്കാതെ മക്കളെ ക്രിക്കറ്റ് പരിശീലിപ്പിച്ചു. അവധി ദിനങ്ങളിൽ ബാസ്കറ്റ്ബോൾ കോർട്ടിലും തെരുവിലും ക്രിക്കറ്റ് കളിപ്പിച്ചു. ഡൽഹി പോലെയൊരിടത്ത് ക്രിക്കറ്റിൽ അവസരം ലഭിച്ചേക്കില്ലെന്ന കാരണത്താൽ ഡൽഹി പോലീസിലെ കോൺസ്റ്റബിൾ ജോലി വിട്ട് സ്വദേശമായ തിരുവനന്തപുരത്തേക്ക് തിരികെ എത്തി. മക്കളെ രാജ്യാന്തര ക്രിക്കറ്റ് താരങ്ങളാക്കാനുള്ള കഠിന ശ്രമത്തിനിടെ സാംസൺ ജോലി വരെ ഉപേക്ഷിച്ചു. തങ്ങൾക്ക് വേണ്ടി ജീവിച്ച അച്ഛനോട് തിരിച്ചും അതേ വികാരമായിരുന്നു ആ മക്കൾക്ക്. സാംസണിന്റെ മക്കളിൽ രണ്ടാമനായ സഞ്ജുവിലൂടെ ഇന്ത്യൻ ടീം 2026 ICC T20 ലോകകപ്പ് സ്വന്തമാക്കി. 2026 ലോകകപ്പിന്റെ താരമാരെന്ന ചോദ്യത്തിന് രണ്ടാമതൊരു ഉത്തരത്തിനുള്ള അവസരം മറ്റാർക്കും സഞ്ജു നൽകിയില്ല. ഡൽഹിയിലെ മുറിക്കുള്ളിൽ സ്റ്റെമ്പ് വരച്ച് ക്രിക്കറ്റ് പഠിച്ച സഞ്ജു ഇന്ന് ഇന്ത്യയുടെ സൂപ്പർ ഹീറോയാണ്. ഏതൊരു സൂപ്പർ ഹീറോയും പോലെ തിരിച്ചടിയുടെ കാലം താണ്ടി ക്ലൈമാക്സിൽ ആരാധകരെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് കൈയടിപ്പിച്ചു സഞ്ജു വിശ്വനാഥ് സാംസൺ. അതിനായി 2026 ലോകകപ്പിൽ സഞ്ജു കളിച്ചത് 5 ഇന്നിംഗ്സ് മാത്രം. അതിൽ 2 കളി പകരക്കാരനായി മാത്രമാണ് പ്ലേയിങ് 11-ൽ ഉൾപ്പെട്ടത്. ആദ്യം അഭിഷേക് ശർമ്മ ഉദരസംബന്ധ അസുഖത്തെ തുടർന്ന് പുറത്തിരുന്നപ്പോഴും റിങ്കോ സിംഗ് കുടുംബാവശ്യങ്ങൾക്കായി നാട്ടിലേക്ക് മടങ്ങിയപ്പോഴും സൂപ്പർ 8-ൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ 97 നോട്ടൌട്ടിലൂടെയാണ് സഞ്ജു എന്ന സൂപ്പർ ഹീറോ ഷോ ആരംഭിച്ചത്. തുടർന്ന് ഇംഗ്ലണ്ടിനെതിരായ സെമിയിൽ 89, ന്യൂസിലൻഡിനെതിരായ ഫൈനലിൽ 89, അതോടെ 5 ഇന്നിംഗ്സിൽ 321 റൺസുമായി 2026 ലോകകപ്പിന്റെ താരമായി. ഒരു ടീമിന് 9 മത്സരങ്ങൾ ഉണ്ടായിരുന്ന ലോകകപ്പിലെ 4 മത്സരങ്ങളിലും ഡഗ്ഔട്ടിലായിരുന്നു സഞ്ജു. 2025 കേരള പ്രീമിയർ ലീഗ് 2020-ൽ ചേട്ടൻ സാലി സാംസണിന്റെ ക്യാപ്റ്റൻസിയിലായിരുന്നു സഞ്ജു കളിച്ചത്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടി. IPL ടീമായ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ ആയിരിക്കെയായിരുന്നു സഞ്ജു KPL-ൽ എത്തുന്നത്. പ്രഥമ KPL നിന്ന് വിട്ടുനിന്ന സഞ്ജു 2025 സീസണിൽ കളിച്ചു. ഇന്ത്യൻ ടീമിൽ ശുഭ്മാൻ ഗിൽ എത്തിയതോടെ ഓപ്പണിംഗ് സ്ഥാനം നഷ്ടപ്പെടുമെന്ന അവസ്ഥയിലായിരുന്നു സഞ്ജു KPL-ൽ കളിച്ചത്. 2026 T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ BCCI അന്ന് പ്രഖ്യാപിച്ചില്ല. ലോകകപ്പ് ടീമിൽ എങ്ങനെയും ഇടം പിടിക്കാനായി കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനായി മധ്യനിരയിലേക്ക് ഇറങ്ങി കളിക്കാൻ വരെ സഞ്ജു തയ്യാറായി. കാലം കരുതി വെച്ച നീതി പോലെ ഗിൽ ലോകകപ്പ് ടീമിൽ ഉൾപ്പെട്ടില്ല. ആദ്യം എതിരാളികളുടെ പ്രഹരമേൽക്കുന്ന നായകൻ തിരിച്ചെത്തി വില്ലന്മാരെ കീഴടക്കി ആരാധകരുടെ കയ്യടി വാങ്ങുന്നത് പോലൊരു സിനിമാറ്റിക് എഫക്റ്റ്. അതായിരുന്നു 2026 T20 ലോകകപ്പിലെ സഞ്ജു സാംസൺ. വിശ്വനാഥ് സാംസണിന്റെ സുവർണ സ്വപ്നങ്ങൾ ചിറക് വിരിച്ച മുഹൂർത്തങ്ങൾ. 10 വർഷം മുൻപ് ഒരു പ്രാദേശിക ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സഞ്ജു പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യൻ ടീമിലെ ഒരു മികച്ച കളിക്കാരനാകണമെന്നതാണ് അച്ഛൻ്റെ ആഗ്രഹം. അത് ഞാൻ സാധിക്കും. ചിലപ്പോഴൊക്കെ ഔട്ടായി കഴിഞ്ഞ് അച്ഛനെ വിളിക്കാനായി ഫോൺ എടുക്കും. എന്ത് പറയണമെന്ന് 10 മിനിറ്റ് ആലോചിച്ച ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആക്കി കിടക്കും. അതായിരുന്നു സാംസണും സഞ്ജുവും തമ്മിലുള്ള ആത്മബന്ധം. മക്കൾക്കായി ജീവിച്ച അച്ഛൻ്റെ ആഗ്രഹത്തിന് മുകളിലേക്ക് സഞ്ജു പറന്നുയർന്നു. ഇന്ത്യൻ ടീമിന് ലോകകപ്പ് സമ്മാനിച്ച മികച്ചൊരു താരമായി സഞ്ജു മാറി. ആ മാറ്റത്തിന്റെ കൊടുങ്കാറ്റിൽ എതിരാളികൾ കടപുഴകി. ഞാനും നിങ്ങളും അടങ്ങുന്ന മലയാളികളുടെ എക്കാലത്തെയും ഐതിഹാസിക ക്രിക്കറ്ററായി സഞ്ജു.